സോ വെൽക്കം ടു ബൂട്ട് ക്യാമ്പ് ഡേ 5 ഗൈസ്. അപ്പോൾ ഈ ഒരു ലെസണിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാൻഡിൽ സ്റ്റിക്ക് അനോട്ടമിയാണ്. സോ എന്താണ് കാൻഡിൽ സ്റ്റിക്ക്, കാൻഡിൽ സ്റ്റിക്സിലുള്ള പ്രൈസ് പോയിന്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഒരു കാൻഡിൽ റീഡ് ചെയ്യണത്, ആൻഡ് ടൈപ്പ് ഓഫ് കാൻഡിൽസ് ഏതൊക്കെയാണ്, ബേസിക്കായിട്ട് ഈ ഒരു കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ കവർ ചെയ്യണത്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാൻഡിൽ സ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യണത് ഒരു അസറ്റിൻ്റെ പ്രൈസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൻഡിൽ സ്റ്റിക്സ് യൂസ് ചെയ്യണം. അതായത് സിമ്പിളായിട്ട് ഇപ്പോൾ ഓക്കെ, ഇത് യൂറോ യു എസ് ഡിയുടെ ഒരു കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് റെഡ് ആൻഡ് ഗ്രീൻ കാൻഡിൽസ് വേണം. സോ അപ്പോൾ യൂറോ യു എസ് ഡിയുടെ അതായത് നമ്മൾ പ്രീവിയസ് സെഷൻ്റെ അകത്ത് പഠിച്ചിട്ടുള്ള കറൻസി പെയറിൻ്റെ പ്രൈസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കാൻഡിൽ സ്റ്റിക്സ് മാത്രമല്ല, പല രീതിയിൽ നമുക്ക് ഇവിടെ പ്രൈസ് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ലൈൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ആൻഡ് അതുപോലെ തന്നെ ഏരിയ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഒരു അസറ്റിൻ്റെ പ്രൈസ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാർസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യണത് കാൻഡിൽ സ്റ്റിക്സ് ആണ്. സോ കാരണം ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പ്രൈസ് പോയിന്റ്സ് മനസ്സിലാക്കാനും അതിൻ്റെ ബേസിൽ നമ്മുടെ അനാലിസിസ് കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണുള്ളത്. റെഡ് ക്യാൻഡിൽ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ഉള്ളത്. ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്, റെഡ് ക്യാൻഡിൽ ഉണ്ട്. അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയും, അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൽ നമ്മൾ ബാരിഷ് ക്യാൻഡിൽ എന്ന് പറയും. അതായത് ഇപ്പോൾ ഏത് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാലും, അതായത് ഏത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, ഫോറക്സ് മാർക്കറ്റ് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ക്രിപ്റ്റോ മാർക്കറ്റ് ആണെങ്കിലും എന്ത് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ നടക്കുന്നത് രണ്ട് ആക്ടിവിറ്റീസാണ്. ഒന്ന് ബൈയിങ് ആണ്, ഒന്ന് സെല്ലിംഗ് ആണ്. സോ ബേസിക്കലി ആൾക്കാർ പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ബൈ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ, ബൈയിങ് പ്രഷർ വരുമ്പോൾ ഒരു അസറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ സെല് ചെയ്യാൻ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ, സെല്ലിംഗ് പ്രഷർ വരുമ്പോൾ ഒരു അസറ്റിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ബൈ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഒരു അസറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണം, സെല് ചെയ്യാൻ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഒരു അസറ്റിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യണത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ യൂസ് ചെയ്യണം. ഓക്കെ, പ്രൈസ് ഇൻക്രീസ് ചെയ്യണത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് അതുപോലെ തന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്യണത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ ആയിട്ടുള്ള ബാരിഷ് ക്യാൻഡിൽ യൂസ് ചെയ്യണം. ഓക്കെ, സോ പ്രൈസ് ഇൻക്രീസ് ചെയ്യണത് റെപ്രസെൻറ്റ് ചെയ്യാൻ ബുള്ളിഷ് ക്യാൻഡിൽ, ഡിക്രീസ് ചെയ്യണത് റെപ്രസെൻറ്റ് ചെയ്യാൻ ബാരിഷ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് 4 പ്രൈസ് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, സോ ബുള്ളിഷ് ആണെങ്കിലും ബാരിഷ് ആണെങ്കിലും നോർമലി ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 4 പ്രൈസ് പോയിന്റ്സ് ഉണ്ട്. മെയിനായിട്ട് ഹൈ, ലോ, ഓപ്പൺ, ക്ലോസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹൈ ആൻഡ് ലോ നോക്കാം. സോ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ഹൈയസ്റ്റ് പ്രൈസ് പോയിന്റ് ആണ് ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എടുക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ഹൈയസ്റ്റ് പ്രൈസ് പോയിന്റ് എന്താണ്? ഇതാണല്ലോ. ആൻഡ് അതുപോലെ തന്നെ ഒരു ക്യാൻഡിലിന് രണ്ട് പാർട്സ് ഉള്ളത്, ബോഡി ഉണ്ട്, വിക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു കളേർഡ് ഏരിയയ്ക്ക് നമ്മൾ എന്ത് പറയും? ഒരു ക്യാൻഡിലിൻ്റെ ബോഡി എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ലൈക്ക് സ്ട്രക്ചറിന് നമ്മൾ ക്യാൻഡിലിൻ്റെ വിക്ക് എന്ന് പറയും. ഓക്കെ, ഒരു ക്യാൻഡിലിന് രണ്ട് പാർട്സ് ഉള്ളത്, ഒന്ന് ബോഡിയാണ്, ഒന്ന് വിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കളേർഡ് ആയിട്ടുള്ള ഈ ഒരു ബോക്സ്ഡ് ഏരിയയ്ക്ക് നമ്മൾ എന്ത് പറയും? ഒരു ക്യാൻഡിലിൻ്റെ ബോഡി എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ലൈക്ക് സ്ട്രക്ചറിന് നമ്മൾ ക്യാൻഡിലിൻ്റെ വിക്ക് എന്ന് പറയും. ഓക്കെ, ഒരു ക്യാൻഡിൽ രണ്ട് പാർട്സ് മാത്രമേ ഉള്ളൂ, ബോഡി ആൻഡ് വിക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ഹൈയസ്റ്റ് പ്രൈസ് പോയിന്റ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈയസ്റ്റ് പ്രൈസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പർ സൈഡിന് ഈ ഒരു വിക്ക് എൻഡ് ചെയ്യണ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈ. ഓക്കെ, അതിൻ്റെ അപ്പർ സൈഡിന് ആ ഒരു വിക്ക് എൻഡ് ചെയ്യണ ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈ. കാരണം ആ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ഹൈയസ്റ്റ് പ്രൈസ് പോയിന്റ് അതാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യാം? അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ എച്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ഹൈയസ്റ്റ് പ്രൈസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, ആ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ഹൈയസ്റ്റ് പ്രൈസ് പോയിന്റ്. അതുപോലെ തന്നെ ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയും ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ഹൈയസ്റ്റ് പ്രൈസ് പോയിന്റ്.
അപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് പോയിന്റും ഇതിൻ്റെ അപ്പർ സൈഡിന് വിക്ക് എൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം? ഹൈ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്യാൻഡലിൻ്റെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്ക് ചെയ്യാനുള്ളത് ലോ. സോ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് പോയിന്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് പോയിന്റ് അതിൻ്റെ ലോവർ സൈഡിന് ഈ ഒരു വിക്ക് എൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ലോ. ആ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് പോയിന്റ്. ഇതാണ് ഇതിൻ്റെ ലോ. അതുപോലെ തന്നെ ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് ഈ ഒരു ബാരിഷ് ക്യാൻഡലിൻ്റെ ലോ എന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ലോവർ സൈഡിന് വിക്ക് എൻഡ് ചെയ്യണ ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു ബാരിഷ് ക്യാൻഡലിൻ്റെ ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ ബാരിഷ് ക്യാൻഡിൽ 2 പ്രൈസ് പോയിന്റ്സ് മാർക്ക് ചെയ്തു, ഹൈ ആൻഡ് ലോ. സോ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് പോയിന്റ്, ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ പോയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് പോയിന്റ്. പിന്നെ മാർക്ക് ചെയ്യാനുള്ളത് ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ്. സോ അതിൻ്റെ അകത്താണ് ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ യൂസ് ചെയ്യണത് പ്രൈസ് ഇൻക്രീസ് ചെയ്യണത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാരിഷ് ക്യാൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈസ് ഡിക്രീസ് ചെയ്യണത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ സൈഡിന് ബോഡി സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ് ആണ് ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ. ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ സൈഡിന് ബോഡി സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ്. സോ അതിൻ്റെ ലോവർ സൈഡിന് ബോഡി സ്റ്റാർട്ട് ചെയ്യണ ഇവിടെയാണ് ലോവർ സൈഡിന് ബോഡി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ. ഇത് നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം? ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ ആയിട്ട് മാർക്ക് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ സൈഡിന് ബോഡി എൻഡ് ചെയ്യണ പോയിന്റ് ആണ് ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ക്ലോസ്. അതിൻ്റെ അപ്പർ സൈഡിന് ബോഡി എൻഡ് ചെയ്യണ പോയിന്റ് ആണ് ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ക്ലോസ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ക്ലോസ്, അപ്പർ സൈഡിന് ബോഡി എൻഡ് ചെയ്യണ പോയിന്റ്. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ സൈഡിന് ബോഡി സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ്, അതിൻ്റെ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ സൈഡിന് ബോഡി എൻഡ് ചെയ്യണ പോയിന്റ്. ആൻഡ് അതുപോലെ തന്നെ ബാരിഷ് ക്യാൻഡിലോട്ട് വരുമ്പോൾ ഇതിന് നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയി വരണം. അതായത് ഒരു ബാരിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ സൈഡിന് ബോഡി സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ് ആണ് ഒരു ബാരിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ. സോ ഇവിടെയാണ് ആ ഒരു ബാരിഷ് ക്യാൻഡലിൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ബാരിഷ് ക്യാൻഡലിൻ്റെ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ സൈഡിന് ബോഡി എൻഡ് ചെയ്യണ പോയിന്റ് ആണ് ഈ ഒരു ബാരിഷ് ക്യാൻഡലിൻ്റെ ക്ലോസ്. ഇത് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? ബാരിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ ആൻഡ് ക്ലോസ് മാർക്ക് ചെയ്തു. ബാരിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ അപ്പർ സൈഡിന് ബോഡി സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ്, ക്ലോസ് ലോവർ സൈഡിന് ബോഡി എൻഡ് ചെയ്യണ പോയിന്റ്. ബുള്ളിഷ് ക്യാൻഡലിലോട്ട് വരുമ്പോൾ ഓപ്പൺ ലോവർ സൈഡിന് ബോഡി സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ്, ക്ലോസ് അപ്പർ സൈഡിന് ബോഡി എൻഡ് ചെയ്യണ പോയിന്റ്. ഹൈ ആൻഡ് ലോ സെയിം ആണ്, ഓപ്പൺ ആൻഡ് ക്ലോസിലാണ് ഡിഫറൻസ് വരണം. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് പ്രൈസ് ഡെലിവറി നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഫസ്റ്റ് എന്ത് ചെയ്തു? ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തു. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിലായിട്ട് പ്രൈസ്, ഇപ്പോൾ റൈറ്റ് സൈഡ് നമുക്കിവിടെ പ്രൈസ് കാണാം. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? നേരെ താഴെ വന്നു. താഴെ വന്നിട്ട് ഈ ഒരു പ്രൈസ് പോയിന്റിലായിട്ട് എന്ത് ചെയ്തു? ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? നേരെ മുകളിലോട്ട് പോയി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ടൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ താഴെ വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് അത് ക്ലോസ് ചെയ്തു. അതായത് ഓപ്പൺ, ലോ ക്രിയേറ്റ് ചെയ്തു, നേരെ മുകളിൽ പോയി ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്തു. അതായത് ഇതിൻ്റെ അകത്ത് പ്രൈസ് ഡെലിവറി നടന്നിട്ടുള്ളത് ഫസ്റ്റ് ഓപ്പൺ, ദെൻ നേരെ താഴെ വന്നിട്ട് ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ നേരെ മുകളിൽ പോയിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ തൊട്ട് താഴെ വന്നിട്ട് ക്ലോസ് ചെയ്തു. ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. സോ ഇങ്ങനെയാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നത്. സോ ബാരിഷ് ക്യാൻഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പൺ ചെയ്ത് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? നേരെ മുകളിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? നേരെ താഴെ വന്നു. താഴെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ വന്നിട്ട് ലോ ക്രിയേറ്റ് ചെയ്തു. ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ മുകളിൽ പോയിട്ട് ഇവിടെ പോയിട്ട് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അതായത് ഇവിടെ പോയിട്ട് ക്ലോസ് ചെയ്തു. ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. അതായത് ഒരു ബാരിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത് ഓപ്പൺ, ദെൻ ഹൈ, ദെൻ ലോ, ദെൻ ക്ലോസ്. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാർട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ട്രേഡിംഗ് വ്യൂ ആണ്. നമ്മുടെ നെക്സ്റ്റ്
സെഷൻ വരുന്നത് ട്രേഡിംഗ് വ്യൂ ട്യൂട്ടോറിയലാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സെഷനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് അനാട്ടമിയാണ് നോക്കിയിട്ടുള്ളത്. സോ ക്യാൻഡിൽസിലുള്ള പ്രൈസ് പോയിന്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നത്, അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ 2 ക്യാൻഡിൽസ് ഉണ്ട്, ബുള്ളിഷ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ. പ്രൈസ് ഇൻക്രീസ് ചെയ്യണത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ യൂസ് ചെയ്യണം. ഡിക്രീസ് ചെയ്യണത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിവിടെ കുറച്ച് ബേസിക് ആയിട്ടൊരു 3 ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ട്. അതായത് ക്യാൻഡിൽസിന് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിൽ നമുക്കൊരു 3 മേജർ ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നോർമലി 2 ക്യാൻഡിൽസ് ഉള്ളത്, ബുള്ളിഷ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ. ആൻഡ് അതിൻ്റെ ഫോർമേഷൻ്റെ ബേസിൽ ക്യാൻഡിൽസിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ടൈപ്പായിട്ട് നമുക്ക് എടുക്കാം. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പാണ് മൊമെൻറ്റം ക്യാൻഡിൽ, സെക്കൻഡ് ടൈപ്പാണ് ഇൻഡിസിഷൻ ക്യാൻഡിൽ, തേർഡ് ടൈപ്പാണ് റിജക്ഷൻ ക്യാൻഡിൽ. സോ മൊമെൻറ്റം ക്യാൻഡിൽ ആ ഒരു പേര് പോലെ തന്നെ അതിനൊരു റെഡ് ക്യാൻഡിൽ ആയി കഴിഞ്ഞാലും ഗ്രീൻ ക്യാൻഡിൽ ആയി കഴിഞ്ഞാലും അതിന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിഗ് ബോഡി ഉണ്ടാവും. ആൻഡ് ബോഡി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്മോൾ വിക്ക് ആയിരിക്കും നമുക്ക് അതിന് കാണാൻ പറ്റണം. സോ മൊമെൻറ്റം ക്യാൻഡിൽ നമ്മൾ മെയിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ സ്ട്രോങ് അല്ലെങ്കിൽ അതിൻ്റെ ബിഗ് ബോഡി വെച്ചിട്ടാണ് മൊമെൻറ്റം ക്യാൻഡിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ അതിൻ്റെ മീനിങ്, ഒരു ഗ്രീൻ മൊമെൻറ്റം ക്യാൻഡിൽ കാണുവാണെങ്കിൽ അവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റെഡ് മൊമെൻറ്റം കാണുവാണെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽ അവിടെ നടന്നിട്ടുണ്ട്. എനിക്ക് ഒരു സ്ട്രോങ് ബൈ, ഒരു സ്ട്രോങ് സെൽ, അതാണ് മൊമെൻറ്റം ക്യാൻഡിൽ വെച്ചിട്ട് മീൻ ചെയ്യണം. നമ്മുടെ ഫേസ്റ്റ് ടൈപ്പ്. ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ടൈപ്സ് ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, നമ്മുടെ എൻട്രീസിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ടൈപ്പ് ബേസിലാണ് നമ്മൾ എൻട്രീസ് എടുക്കുന്നത്. സോ ഫേസ്റ്റ് ടൈപ്പ് മൊമെൻറ്റം, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാവും ആൻഡ് സ്മോൾ വിക്ക് ആയിരിക്കും. ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ മീനിങ് അവിടെ ഒരു സ്ട്രോങ് ബൈ നടന്നിട്ടുണ്ട്. റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ മീനിങ് അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ല് നടന്നിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ടൈപ്പാണ് ഇൻഡിസിഷൻ ക്യാൻഡിൽ. സോ ഇൻഡിസിഷൻ ക്യാൻഡിലോട്ട് വരുമ്പോൾ സ്മോൾ ബോഡി, ബിഗ് വിക്ക് ടു ബോത്ത് സൈഡ്സ്. ആ ഒരു ക്യാൻഡിൽ സ്മോൾ ബോഡി ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അപ്പർ സൈഡിന് ഒരു ബിഗ് വിക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ലോവർ സൈഡിന് ഒരു ബിഗ് വിക്ക് ഉണ്ടാവും. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ആണെങ്കിലും റെഡ് ആണെങ്കിലും അവിടെ സെല്ലേഴ്സും ബയേഴ്സും ഈക്വലി സ്ട്രോങ് ആണ്. ഓക്കെ, അവിടെ ഒരു സ്ട്രോങ് ബൈയിങ്ങോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിങ്ങോ നടന്നിട്ടില്ല. രണ്ടുപേരും അവിടെ ഈക്വൽ ആണ്. ഓക്കെ, അത് ഒരു പ്രോപ്പർ ഡയറക്ഷൻ ആ ഒരു സമയത്ത് മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. ബയേഴ്സും സെല്ലേഴ്സും ഈക്വലി സ്ട്രോങ് ആണ്. അതാണ് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് വെച്ചിട്ട് മീൻ ചെയ്യണം. നമ്മുടെ തേർഡ് ടൈപ്പാണ് റിജക്ഷൻ ക്യാൻഡിൽ. സോ ബുള്ളിഷ് റിജക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബെയറിഷ് റിജക്ഷൻ ഉണ്ട്. സ്മോൾ ബോഡി ടു അപ്പർ സൈഡ്, ബിഗ് വിക്ക് ടു ലോവർ സൈഡ് കാണാൻ പറ്റുവാണെങ്കിൽ അതൊരു ബുള്ളിഷ് റിജക്ഷൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ സ്മോൾ വിക്ക് ടു ലോവർ സൈഡ്, ബിഗ് വിക്ക് ടു അപ്പർ സൈഡ് കാണാൻ പറ്റുവാണെങ്കിൽ അതൊരു ബെയറിഷ് റിജക്ഷൻ ആണ്. ഇതിന് ഹാമർ ക്യാൻഡിൽസ് എന്നും കൂടെ പറയാറുണ്ട്. സോ ഒരു ബുള്ളിഷ് റിജക്ഷൻ ആണെങ്കിൽ മീനിങ് അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ നടന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴെ വന്ന് ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം സ്ട്രോങ് ബൈ അവിടെ വന്നു. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് ബൈ നടന്നിട്ടുണ്ടെന്നാണ് റിജക്ഷൻ മീൻസ് ബുള്ളിഷ് റിജക്ഷൻ്റെ മീനിങ്. സോ ബെയറിഷ് റിജക്ഷനിലോട്ട് വരുമ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു, നേരെ മുകളിൽ പോയി ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ല് വന്നു. അവിടെ നല്ലൊരു സെല്ല് നടക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു റിജക്ഷൻ, ബെയറിഷ് റിജക്ഷൻ ക്യാൻഡലിൻ്റെ മീനിങ് വേറെ. ഓക്കെ, ഇപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് നമ്മൾ മെയിനായിട്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസിലോട്ട് വരുമ്പോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കിയിട്ടുള്ളത് ക്യാൻഡിൽ സ്റ്റിക്ക് അനാട്ടമിയാണ്. ആൻഡ് ജസ്റ്റ് ഒരു 3 ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് നോക്കി. ആൻഡ് അതുപോലെ തന്നെ ചാർട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ട്രേഡിംഗ് വ്യൂ ആണ്. സോ നെക്സ്റ്റ് സെഷൻ ട്രേഡിംഗ് വ്യൂ ട്യൂട്ടോറിയൽ ആയിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷൻ്റെ അകത്ത് കാണാം. ബൈ.